നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ നേന്ത്രപ്പഴം ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാണ്, തൊലി നല്ല പോലെ കറുത്തതാണ്. ഇപ്പം നമ്മൾ ഈ പഴമൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 കോഴിമുട്ടയാണ് ചേർക്കാനായിട്ട് പോണത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം ഈ നെയ്യിൽ. ഇനി നമ്മളതിലേക്ക് ഒരു 3/4 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അതിലെ ജലാംശമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഴം കൂട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പഴം കൂട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, പകുതിയാണ് ഒഴിച്ചേക്കണത്. ഇനി തീ നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പഴം വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ, അരികത്ത് ഇടാതെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മുഴുവൻ നാളികേര കൂട്ടും ഈ പഴത്തിൻ്റെ മിശ്രിതത്തിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പഴത്തിൻ്റെ അരച്ചതും കൂടെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മുഴുവൻ പഴവും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി നേരം വേവിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ പലഹാരം ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്, മോൾ ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മോൾ ഭാഗം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പാനിലേക്ക് കൂട്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം അതും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പഴം സ്നാക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്വല്പം ഇവിടെ ഇത്തിരി ഡാർക്കായിട്ടുണ്ട്, എന്നാലും അതൊന്നും നമുക്ക് എടുത്ത് കളഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം മറ്റേ പുറവും കൂടെ ഞാൻ കുറച്ച് നേരം ഒന്ന് സ്റ്റവിൽ വെച്ചേക്കാണ്. ഇപ്പം നമ്മുടെ പഴം സ്നാക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പഴം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വരെ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം.